ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ലെവൽ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡെയിലി എമൗണ്ട് ഏൺ ചെയ്തിട്ട് ഗൂഗിൾ പേയിലോട്ടോ അല്ലെങ്കിൽ ഫോൺ പേയിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ വിഡ്രോ ചെയ്ത എമൗണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അത്രയ്ക്കും നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മിനിമം വിഡ്രോയിൽ വരുന്നത് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്നും പറയാറുള്ള പോലെ തന്നെ ഇതുപോലുള്ള മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഓൺലൈൻ ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും മറക്കാതെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ക്യാഷ് പാണ്ട എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പെർമിഷൻ അലൗ ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ എഗ്രി എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആയിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ മെയിൽ ഐ ഡി കൊടുത്തൊന്ന് സൈൻ അപ്പ് ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. സോ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരുന്നതായിരിക്കും. ഗെറ്റ് 3 ഇൻസ്റ്റൻ്റ്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് 3 രൂപയ്ക്ക് അടുത്തുള്ളൊരു കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയ സീനൊന്നുമില്ല. നമ്മുടെ ആ ഒരു പ്ലേ ടൈമിൻ്റെ ആ ഒരു സെക്ഷനില്ലേ, അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഏകദേശം 200 കോയിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതായത് ആ ഒരു ടാസ്ക് കൂടാതെ 200 കോയിൻസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു പ്ലേ ടൈമിൻ്റെ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അന്നേരം 200 കോയിൻസ് നിങ്ങളെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ആദ്യത്തെ ടൈം നമുക്ക് വിഡ്രോയിൽ വരുന്നത് 3 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലൗ ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മുടെ ഈ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 2 ടാസ്ക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. അതായത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി കോയിൻസ് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടാസ്ക് നിങ്ങൾ നോക്കുക. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 224 കോയിൻസ് ആണ്. 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റിൽ ആഡ് ആവുന്നത് 3 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് കോയിൻസ് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ നൗ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരം റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ, ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തിരിച്ച് നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. എന്നിട്ട് ഈ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ എടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മൈ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത് അത് ആ ഒരു സെക്ഷനിലായിട്ട് വരുന്നതായിരിക്കും. ഇതാ ഇപ്പോൾ നിങ്ങൾ കൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരം ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് എത്ര ടൈം ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത്രയും ടൈം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങളുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആയിട്ട് കാണിച്ചു തരാം. പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് എങ്കിലും എന്തായാലും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലും നമുക്ക് ആ ഒരു എന്താ പറയുക കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോയിൻസ് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എത്ര ടൈം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും കോയിൻസ് നമ്മുടെ വാലറ്റിൽ ആഡ് ആവുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ സ്ക്രീൻ ഓഫ് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലേ കറക്റ്റായിട്ട് ട്രാക്കിംഗ് ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൈം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കോയിൻസ് ആണ് നമ്മുടെ വാലറ്റിൽ ആഡ് ആയെന്ന്. അപ്പോൾ നിങ്ങൾക്കൂടെ നോക്കി കാണാൻ പറ്റുന്നുണ്ടാവും 10 കോയിൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഏകദേശം 3 മിനിറ്റ് നേരം ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 കോയിൻസും എക്സ്ട്രാ നമുക്ക് 200 കോയിൻസും വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു 3 റുപ്പീസ് ഇൻസ്റ്റന്റ് എന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് 200 കോയിൻസ് വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടുള്ള 10 കോയിൻസ് നമ്മളെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കോയിൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ എടുക്കുക. അതിനുശേഷം വീണ്ടും അവിടെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും എന്താ പറയുക ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും.
പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് പബ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാടധികം ടാസ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കോയിൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഓരോ ടാസ്കിനും അതിൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടാസ്ക് നിങ്ങൾ നോക്കുക. ഇതിലവർ പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഗെയിം പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ടാസ്കിൽ പറഞ്ഞിട്ടുള്ള 83 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ 5 മിനിറ്റെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഗെയിം പ്ലേ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ദിവസം അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 9 കോയിൻസ് ആണ്. പിന്നെ വരുന്നത് 12 കോയിൻസ്, 14 കോയിൻസ്. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു കോയിൻസ് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ ടാസ്കിനും സ്റ്റെപ്സ് ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ടാസ്ക് നോക്കി തന്നെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. സോ ഇനി തിരിച്ച് നമ്മൾ ഹോം പേജിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓഫർ വാൾസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സർവീസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 സർവേക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 2310 കോയിൻസ് ആണ്. അങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ജെന്യൂൻ ആയിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സർവേ നിങ്ങൾ എടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് സർവേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഇവിടെ. അതായത് ഒരുപാട് ഓഫർ വാൾസ് കൊടുത്തിട്ടുണ്ട്. CPX അതുപോലെ തന്നെ ടൈം വാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെക്ഷനിലും ഇഷ്ടംപോലെ ടാസ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് എയിം ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. നിങ്ങൾ മാക്സിമം ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇവിടെ വാച്ച് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കോയിൻസ് ഒന്നും ആഡ് ആയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേ ടൈമിൻ്റെ സെക്ഷൻ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചേർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് അടുത്തൊരു ഏണിംഗ് ഓപ്ഷൻ വരുന്നതാണ് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് റെഫർ ചെയ്തുകൊണ്ടൊക്കെ അത്യാവശ്യം കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് താഴെ 2ാമത് കൊടുത്തിട്ടുണ്ട് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരം ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോയിൻസ് കിട്ടുന്നത് കമ്മീഷൻ ആയിട്ടാണ്. അതായത് നമ്മൾ റെഫർ ചെയ്ത ഒരു ഫ്രണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഏൺ ചെയ്യുന്ന കോയിൻസിൻ്റെ 10% ആയിരിക്കും നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിലേ കാര്യമുള്ളൂ. അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ നമ്മളെ വാലറ്റിലോട്ട് ആഡ് ആവുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് വാലറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് റെഡീം എന്നറിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഗൂഗിൾ പേ അതുപോലെ തന്നെ പേപ്പാൽ, UPI. നമ്മൾ UPIയിലോട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു UPIൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുക. അതായത് UPI ID, മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ നെയിം എൻട്രി ചെയ്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം വിഡ്രോൾ വരുന്നത് 276 കോയിൻസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടാസ്കിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 200 കോയിൻസ് കിട്ടും. പിന്നെ കുറച്ചുകൂടി കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ 856 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. 2000 കോയിൻസിന് 25 രൂപ. അതുപോലെ തന്നെ 7200 കോയിൻസ് ഉണ്ടെങ്കിൽ 100 രൂപ വിഡ്രോ ചെയ്യാം. 17000 കോയിൻസ് ഉണ്ടെങ്കിൽ 250 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചേർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ വിഡ്രോ ചെയ്ത എമൗണ്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ വിഡ്രോ ചെയ്തിട്ട് 24 ഹവേഴ്സിനുള്ളിലായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആവുന്നുണ്ടാവുക. 24 ഹവേഴ്സ് ഒന്നും എടുക്കില്ല. കൂടിപ്പോയ 12 മണിക്കൂർ. അതിനുള്ളിൽ തന്നെ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിഡ്രോ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ മാക്സിമം രാവിലെ തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.